So, our next section is lines and planes in space. So, first we will equations. First, equation of a line. Equation of a line passing through a point capital A. So, a line passing through a point, we have a line equation that is passing through a point A. We have vectors in terms. So, A is the point in the position vector small a. That is ijk components small a represent. And having a direction B. That is line direction B. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ്റെ ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ എങ്ങനെയാണ്, ആ ലൈൻ്റെ പ്രോപ്പർട്ടി എന്താണ്, ലൈൻ പാസിങ് ത്രൂ എ പോയിൻറ്റ് ക്യാപിറ്റൽ എ, ആ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ സ്മോൾ എ, കൂടാതെ ഈ ലൈൻ്റെ ഡയറക്ഷനും കൂടെ തന്നിട്ടുണ്ട്, അത് ബി. സോ ഈ ബിയും എന്താണ്, ഒരു വെക്ടറാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ലൈൻ പാസ് ചെയ്യുന്നൊരു പോയിൻറ്റും ആ ലൈൻ്റെ ഡയറക്ഷനും തന്നിട്ടുണ്ടെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്: R is equal to A plus lambda B, where lambda is a constant. ഓക്കെ, ഇതിന് ഞാൻ ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഇക്വേഷൻ ഓഫ് ദി ലൈനെ മറ്റ് രണ്ട് രീതിയിൽ കൂടെ റെപ്രസെൻറ്റ് ചെയ്യും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഫോം. ഓക്കെ, ഇനി ഈ ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ ആയിരിക്കുമല്ലോ, കാരണം എയും ബിയും വെക്ടേഴ്സാണ്. സോ എ പ്ലസ് ലാംഡ ബി ഇസ് എ വെക്ടർ. സോ ഈ ആറിൻ്റെ കമ്പണൻറ്റ് വൈസ് ഞാൻ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ എന്ന് പറഞ്ഞെടുക്കുകയാണ്. And also let the components of A and B be: A is equal to A1i plus A2j plus A3k, and B is equal to B1i plus B2j plus B3k. Then R is equal to A plus lambda B gives, and substitute ചെയ്യുവാണ് ഈ ആറിൻ്റെയും എയുടെയും ബിയുടെയും വാല്യൂസ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ ഈസ് ഈക്വൽ ടു A1 പ്ലസ് ലാംഡ B1i പ്ലസ് A2 പ്ലസ് ലാംഡ B2j പ്ലസ് A3 പ്ലസ് ലാംഡ B3k. ഇനി ഞാൻ ഐ ജെ കെയുടെ രണ്ടിടത്തും വെക്ടേഴ്സാണ്. സോ ഐ ജെ കെയുടെ കോഎഫിഷ്യൻസി ഇക്വേറ്റ് ചെയ്യാണ്. സോ വി ഗെറ്റ് എന്താണ്? എക്സ് ഈക്വൽ ടു A1 പ്ലസ് ലാംഡ B1, വൈ ഈസ് ഈക്വൽ ടു A2 പ്ലസ് ലാംഡ B2, സെഡ് ഈസ് ഈക്വൽ ടു A3 പ്ലസ് ലാംഡ B3. സോ അതിൽ നിന്ന് എക്സ് മൈനസ് A1, വൈ മൈനസ് A2, സെഡ് മൈനസ് A3 എഴുതുന്നു. ഇനി ഇവിടെ B1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് A1 ബൈ B1 ഈസ് ലാംഡ, വൈ മൈനസ് A2 ബൈ B2 ഈസ് ലാംഡ, ആൻഡ് സെഡ് മൈനസ് A3 ബൈ B3 ഈസ് ലാംഡ. സോ ഇക്വേഷൻ 1-നെയാണ് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടുവന്നത്, ആറിനും എയ്ക്കും ബിക്കും ഒക്കെ വാല്യൂസ് കൊടുത്ത്. സോ ഇക്വേഷൻ 1 ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ഇക്വേഷൻ 1-ൻ്റെ മറ്റൊരു ഫോമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടിയ 3ഉം ഈക്വൽ ടു ലാംഡയാണ്. സോ എനിക്ക് എങ്ങനെ എഴുതാം മറ്റൊരു ഫോം? എക്സ് മൈനസ് A1 ബൈ B1 ഈസ് ഈക്വൽ ടു വൈ മൈനസ് A2 ബൈ B2 ഈസ് ഈക്വൽ ടു സെഡ് മൈനസ് A3 ബൈ B3 ഈസ് ഈക്വൽ ടു ലാംഡ. ഇതാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നത്. ഇതാണ് മറ്റൊരു ഫോം. ഓക്കെ, now consider equation 1 and take cross product with b on both sides. equation 1 എടുക്കുന്നു, r is equal to a plus lambda b. രണ്ട് സൈഡിലും b വെച്ചിട്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു. അതായത് r ക്രോസ് b is equal to എന്ത് വരും? a plus lambda b ക്രോസ് b എന്ന് വരും. that is r cross b is ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, a cross b plus lambda b cross b, that is equal to a cross b plus lambda b cross b എന്നുള്ളതിന് എനിക്ക് എങ്ങനെ എഴുതാം? lambda into b cross b എന്ന് എഴുതാം. ഇത് ക്രോസ് പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടതാണ്. ഇനി ബി ക്രോസ് ബി, രണ്ട് വെക്ടേഴ്സ്, സെയിം വെക്ടേഴ്സ് നമ്മളുടെ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? ബി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറ്റർമിനൻറ്റ് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് റോ ഐ ജെക്ക്, സെക്കൻഡ് റോയിലും തേർഡ് റോയിലും ബിയുടെ കമ്പണൻസാണ് കൊടുക്കേണ്ടത്. രണ്ടും വെക്ടർ ബി ആയതുകൊണ്ട് തന്നെ സോ സെയിം കമ്പണൻസ് ആണ് വരുന്നത്. സോ രണ്ട് റോസ് ഐഡൻറ്റിക്കലായിട്ട് വന്ന ഒരു ഡിറ്റർമിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ അതുകൊണ്ടാണ് ബി ക്രോസ് ബി എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഇനി ഞാൻ ഈ എ ക്രോസ് ബി ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ ആർ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി പ്ലസ് ലാംഡ ഇൻറ്റു 0 നേടി. സോ ആർ ക്രോസ് ബി മൈനസ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു 0, ദാറ്റ് ഈസ് 0. സോ ഇതിനെ എനിക്ക് അങ്ങനെ എഴുതാം, രണ്ടും ക്രോസ് ബി ആണ്. സോ ആർ മൈനസ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദിസ് ഈസ് ദ തേർഡ് ഫോം ഓഫ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ, വിച്ച് ഇസ് ദ അനദർ ഫോം ഓഫ് ഇക്വേഷൻ 1. ഓക്കെ, ഇനി നമ്മൾ രണ്ട് പോയിൻറ്റ്സിൽ കൂടെ നമ്മളിപ്പം പഠിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഇതെന്തായിരുന്നു? പാസിങ് ത്രൂ എ പോയിൻ്റ് എ, അതിൻ്റെ പൊസിഷൻ വെക്ടർ വന്നിട്ടുണ്ട്, കൂടാതെ ആ ലൈൻ്റെ ഡയറക്ഷൻ ആയിരുന്നു ബി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിങ് ത്രൂ 2 ഗിവൺ പോയിൻറ്റ്സ്. ആ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിങ് ത്രൂ 2 ഗിവൺ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ഇവിടെ ഡയറക്ഷൻ ഒന്നും പറയുന്നില്ല, ആ ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് തന്നാൽ ഇക്വേഷൻ ഓഫ് ദി ലൈൻ എങ്ങനെ എഴുതും എന്നുള്ളത്. സോ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിങ് ത്രൂ 2 ഫിക്സഡ് പോയിൻറ്റ്സ് എ ആൻഡ് സി with position vector small a and small c is given by r is equal to a plus lambda into c minus a. So ഇതാണ് ഇക്വേഷൻ ഓഫ് ദാറ്റ് ലൈൻ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ ഓഫ് എ പ്ലെയിനിലേക്കാണ് പോകുന്നത്. ദി ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ എ പോയിൻ്റ് എ വിത്ത് പൊസിഷൻ വെക്ടർ എ ആൻഡ് പെർപെൻഡിക്കുലർ ടു എ യൂണിറ്റ് പൊസിഷൻ വെക്ടർ എൻ ക്യാപ് ഈസ്. അതായത് നമുക്കൊരു പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അവിടെ തന്നിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? പ്ലെയിൻ പാസ് ചെയ്യുന്നൊരു പോയിൻ്റ് തന്നിട്ടുണ്ട് ക്യാപിറ്റൽ എ, അതിൻ്റെ പൊസിഷൻ വെക്ടർ സ്മോൾ എ, കൂടാതെ ആ പ്ലെയിൻ എന്ന് പറയുന്നത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു യൂണിറ്റ് പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. യൂണിറ്റ് വെക്ടർ, ഓക്കെ, ദാറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ പൊസിഷൻ വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആണ്. ഓക്കെ,
കൂടാതെ അതൊരു പൊസിഷൻ വെക്ടർ ആണെന്ന് പറയുമ്പോൾ എന്താണ്, ആ വെക്ടർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വെക്ടറാണ്. സോ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ പ്ലെയിൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും പിന്നെ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് പൊസിഷൻ വെക്ടറും തന്നിട്ടുണ്ട്, എൻ ക്യാപ്പ്. സോ അങ്ങനെ ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ നമുക്ക് എഴുതാം r-a.n=0. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഇക്വേഷൻ ഓഫ് ദ ലൈൻ മറ്റു ഫോമിൽ കണ്ടായിരുന്നു. സോ അതേപോലെ ഇനി മറ്റൊരു ഫോമിലേക്ക് ഞാൻ ഇതിനെ മാറ്റുകയാണ്. സോ ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, r.n=a.n=0. ദാറ്റ് ഈസ് r.n=a.n എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആറിന് xi+yj+zk എന്ന് കൊടുക്കുന്നു. എൻ ക്യാപ്പ് ഒരു വെക്ടറാണ്, അതിന് li+mj+nk എന്ന് കൊടുക്കുന്നു. കൂടാതെ ഞാൻ a.n എന്നുള്ളതിന് d എന്ന് കൊടുക്കുകയാണ്. അത് d എന്ന് കൊടുക്കാൻ കാരണം ഇവിടെ നിങ്ങൾ താഴേക്ക് വരുമ്പോൾ നോക്കുക, d a.n എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ പ്ലെയിൻ ഫ്രം ദി ഒറിജിൻ. കാരണം എന്താ, എ എന്ന് പറയുന്ന വെക്ടർ എന്താണ്, ആ പ്ലെയിനിലുള്ളൊരു വെക്ടറാണ്. എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വെക്ടറാണ്, ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. സോ അങ്ങനെയാണെങ്കിൽ a.n എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി പ്ലെയിൻ ടു ദി ഒറിജിൻ. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞത്, ദാറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി പ്ലെയിൻ ഫ്രം ദി ഒറിജിൻ. ഒറിജിനിൽ നിന്ന് പ്ലെയിനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും നമുക്കവിടെ കിട്ടുക. കാരണം എ എന്ന് പറയുന്ന വെക്ടർ എന്താണ്, പ്ലെയിനിലെ വെക്ടറാണ്. എൻ ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടർ എന്താണ്, ദാറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ വെക്ടർ ഫ്രം ദി ഒറിജിൻ ആണ്. സോ അതുകൊണ്ടാണ് നമുക്കവിടെ കിട്ടുന്ന ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി പ്ലെയിൻ ഫ്രം ദി ഒറിജിൻ ആണ്. സോ അത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെയാണ് അതിനെ ഇവിടെ ഡി എന്ന് പറഞ്ഞ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആറും എന്നിനും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് r.n എടുക്കുമ്പോൾ എന്ത് കിട്ടും, lx+my+nz എന്ന് കിട്ടും. സോ ദാറ്റ് ഇക്വേഷൻ 1 ബിക്കംസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 1 ഞാനിപ്പോൾ മാറ്റി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്, r.n a.n. അതിൽ r.n എന്ത് കിട്ടി, lx+my+nz, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, a.n എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, d. സോ ദാറ്റ് ഈസ്, അതാണ് സെക്കൻഡ് ഫോം. സോ അത് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് ഡിറൈവ് ചെയ്ത് വരാനൊക്കെ ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഒരു ലൈൻ ഇക്വേഷൻ കണ്ടു, പാസിംഗ് ത്രൂ 2 പോയിൻറ്റ്സ് അതിന് ശേഷം കണ്ടു. അതേപോലെ നമ്മളിവിടെ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ കണ്ടെയ്നിങ് 3 പോയിൻറ്റ്സ്, ഒരു പ്ലെയിനിലെ 3 പോയിൻറ്റ്സ് തന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ, ആ പ്ലെയിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഈ ഫോമിലാണ് ഉപയോഗിക്കേണ്ടത്. Equation of a plane containing 3 points A, B and C is given by 3 points small a, b, c എന്ന് കൊടുക്കാൻ നേരത്ത് ആ പോയിൻറ്റ്സിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ് കേട്ടോ ഇവിടെ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ r is equal to a plus lambda into b minus a plus mu into c minus a. ആൻഡ് ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ഇൻ ദ ഫോം. ഇതിനെ മറ്റൊരു ഫോമിൽ കൂടെ നമുക്ക് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ കണ്ടെയ്നിങ് 3 പോയിൻറ്റ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതിങ്ങനെയാണ്, അതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഇല്ല, നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. r is equal to alpha a plus beta b plus gamma c. ഈ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന കോൺസ്റ്റൻസ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദി ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി 2 പ്ലെയിൻസ് x plus 3y minus z is equal to 5 and 2x minus 2y plus 4z is equal to 3. അതായത് ഇവിടെ 2 പ്ലെയിൻ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ 2 പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ, ഡയറക്ഷൻ ഓഫ് ദി ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ 2 പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ലൈനാണ്. ആ ലൈൻ്റെ ഡയറക്ഷൻ എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ 2 പ്ലെയിൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ 2 പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒരു ലൈനാണ് കിട്ടുക. ആ ലൈൻ്റെ ഡയറക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദി 2 പ്ലെയിൻസ് ഹാവ് നോർമൽ വെക്ടേഴ്സ്. നമുക്കൊരു പ്ലെയിൻ തന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് നോർമൽ വെക്ടർ എഴുതാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ IJK ഉപയോഗിച്ചിട്ടാണ് നോർമൽ വെക്ടർ എഴുതുക. അതിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട്, അതായത് ഈ ഫസ്റ്റ് പ്ലെയിൻ്റെ നോർമൽ വെക്ടർ എഴുതണമെങ്കിൽ ഇവിടെ എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും കോഎഫിഷ്യൻസ് എടുക്കുക. അത് IJKയുടെ കൂടെ കറസ്പോണ്ടിങ് ആയിട്ട് അറ്റാച്ച് ചെയ്താൽ മതി. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിന് Iക്ക് കൊടുക്കുന്നു, സോ എന്ത് വരും 1i. വൈയുടെ കോഎഫിഷ്യൻറ്റിന് Jക്ക് കൊടുക്കണം, സോ പ്ലസ് 3j. ഇനി സെഡിൻ്റെ കോഎഫിഷ്യൻറ്റിന് Kക്ക് കൊടുക്കണം, സോ മൈനസ് K വരും. സോ എന്താണ്, സോ ഫസ്റ്റ് പ്ലെയിൻ്റെ നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ n1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് i plus 3j minus k വരും. സിമിലർലി സെക്കൻഡ് വെക്ടറിൻ്റെ നോർമൽ വെക്ടറിന് n2 എന്ന് കൊടുത്താൽ അതെന്ത് വരും, 2i minus 2j plus 4k എന്ന് വരും. ഓക്കെ, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദീസ് ആർ നോട്ട് പാരലൽ വെക്ടേഴ്സ്. ഈ 2 വെക്ടേഴ്സും പാരലൽ വെക്ടേഴ്സ് അല്ല. കാരണം എന്താ, പാരലൽ വെക്ടേഴ്സ് ആണെങ്കിൽ ഒന്നിനെ മറ്റേതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഈ വെക്ടറിനെ ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2i വരും. സോ ഇവിടുത്തെ ഫസ്റ്റ് കോഎഫിഷ്യൻറ്റ്, പക്ഷേ സെക്കൻഡ് കോഎഫിഷ്യൻറ്റ് എന്താ വരിക, ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6j. ഇവിടെ അതാണോ വന്നിരിക്കുന്നത്, അല്ല. സോ ഇതിനെ നമുക്ക് ഒരെണ്ണത്തിൻ്റെ മറ്റേതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കില്ല എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ദേ ആർ നോട്ട് പാരലൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. പാരലൽ വെക്ടേഴ്സ് ആണെങ്കിൽ എന്താണ്, നമുക്കവിടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കും.
So they are not parallel vectors and so the planes must intersect along some line. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നോർമൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് പാരലൽ വെക്റ്റേഴ്സ് അല്ല, ദേ ആർ നോട്ട് പാരലൽ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഒരു ലൈനായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് പാരലൽ വെക്റ്റേഴ്സ് ആയിരുന്നെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? ഈ രണ്ട് പ്ലെയിൻസ് ഇൻ്റർസെക്റ്റ് ചെയ്താൽ നമുക്കൊരു പ്ലെയിൻ കിട്ടിയേനെ. പക്ഷേ ഇവിടെ ഇത് രണ്ടും എന്താണ്? പാരലൽ വെക്റ്റേഴ്സ് അല്ല. ഈ നോർമൽ വെക്റ്റേഴ്സ് പാരലൽ വെക്റ്റേഴ്സ് അല്ല. അതുകൊണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു ലൈനേ കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണ്? ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ലൈനായെന്ന് ജസ്റ്റ് ഇവിടെ എക്സ്പ്ലനേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് രണ്ടും നോർമൽ വെക്റ്റേഴ്സ് രണ്ടും നോൺ പാരലൽ വെക്റ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ലൈൻ കിട്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലെയിൻ ആയിരുന്നതിന് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ലൈനിൻ്റെ ഡയറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഡയറക്ഷനെ ഞാൻ പി എന്ന് ഡിനോട്ട് ചെയ്യാണ്. The direction P of this line must be parallel to both planes. So ഈ ഡയറക്ഷൻ, അതായത് ഈ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് പ്ലെയിൻസിനോടും പാരലലായിരിക്കും. കാരണം അതിൻ്റെ നോർമൽ വെക്റ്റേഴ്സ് നോൺ പാരലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയറക്ഷൻ, അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് മസ്റ്റ് ബി പാരലൽ ടു ബോത്ത് ദ പ്ലെയിൻസ് ആയിരിക്കും. സോ പാരലൽ ടു ബോത്ത് ദ പ്ലെയിൻസ് എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ത്? പെർപെൻഡിക്കുലർ ടു ദി നോർമൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. പാരലൽ ടു ദി പ്ലെയിൻസ് ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി നോർമൽ വെക്റ്റേഴ്സിന് എന്തായിരിക്കും? ആ പ്ലെയിനിന് പാരലൽ. നിങ്ങൾ നോക്കാതെ ആ പ്ലെയിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ ലൈനും പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ ഈ ലൈനിൻ്റെ ഡയറക്ഷൻ എന്തുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കണം? ലൈനും പ്ലെയിനും ഒരേ ഡയറക്ഷൻ. അങ്ങനെ ആണെങ്കിൽ എന്താണ്? ആ പ്ലെയിൻ്റെ നോർമൽ വെക്റ്റർ, പ്ലെയിൻ ആ നോർമൽ വെക്റ്ററുമായിട്ട് എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. ബിക്കോസ് ദാറ്റ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് നോർമൽ വെക്റ്റർ. അതിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഈ ലൈനും പോകുന്നതെന്നാണ് പറയുന്നത്. സോ അങ്ങനെ ആണെങ്കിൽ ഈ ലൈനും ഈ രണ്ട് നോർമൽ വെക്റ്റേഴ്സുമായിട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ എന്താണ്? N1ഉം N2 ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്റ്ററാണ് എന്ത്? ഈ ലൈനിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. N1ഉം N2നും എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ ഏതാണ്? A ക്രോസ് ബി ആണ്. സോ N1ഉം N2നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ ഏതാണ്? N1 ക്രോസ് N2 ആണ്. സോ ദിസ് P ഈസ് ഈക്വൽ ടു N1 ക്രോസ് N2. സോ ഡിറ്റർമിനൻറ്റ് N1 N2 നമുക്കറിയാം. IJക്ക് സെക്കൻഡ് റോയിൽ N1ൻ്റെ കോഎഫിഷ്യൻസ്, തേർഡ് റോയിൽ N2ൻ്റെ കോഎഫിഷ്യൻസ് കൊടുക്കുന്നു. സോ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10i - 6j - 8k എന്ന് കിട്ടും.